നമസ്കാരം. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 1200-ൽ പരം പ്രവാസികളെ മസ്കറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വെൽഫെയർ, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസ് ഇൻസ്പെക്ഷൻ വിഭാഗം എന്നിവർ ചേർന്നാണ് മസ്കറ്റ് ഗവർണറേറ്റിൽ പ്രത്യേക പരിശോധനകൾ നടത്തിയത്. ഈ പരിശോധനകളിൽ മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്ന് തൊഴിൽ നിയമങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട് 1217 പ്രവാസികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 164 പേർ ഒമാൻ പൗരന്മാർക്കായി നിജപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ ചെയ്തിരുന്ന പ്രവാസികളാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ റെസിഡൻസി സാധ്യത അവസാനിച്ച 844 പേരും മറ്റു തൊഴിലുടമകൾക്ക് കീഴിൽ തൊഴിലെടുത്തിരുന്ന 158 പേരും സ്വയം തൊഴിലെടുത്തിരുന്ന 51 പേരും ഉൾപ്പെടുന്നുണ്ട്. സ്വദേശിവൽക്കരണം വൻ തിരിച്ചടിയാണ് പ്രവാസികൾക്ക് നൽകിയത്. ഒമാനിൽ നിരവധി തസ്തികകളിലാണ് സ്വദേശിവൽക്കരണം വന്നത്. പരിഷ്കരിച്ച പട്ടികയിൽ മാനേജർ റോളുകൾ, സാങ്കേതികവും സ്പെഷ്യലൈസ്ഡ് സ്ഥാപനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടും. 40ഓളം മേഖലകളിൽ കൂടിയാണ് സ്വദേശിവൽക്കരണം ഏർപ്പെടുത്താൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ദുബായിലും കൊണ്ടുവന്ന നിയമം പ്രവാസികൾക്ക് ഇരുട്ടടിയായി മാറിയിരുന്നു. എമിറേറ്റിലും വില്ലകളിലും അപ്പാർട്ട്മെന്റുകളിലും 5 ചതുരശ്ര മീറ്ററിൽ ഒരാൾക്ക് മാത്രമേ താമസിക്കാൻ അനുമതി നൽകുന്നുവെന്ന് ദുബായ് നിയമത്തിൽ പറയുന്നു. ഈ അളവിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ കഴിയുകയാണെങ്കിൽ അത് അമിത തിരക്കായി കണക്കാക്കും. ദുബായ് മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് കോഡ് പ്രകാരം താമസത്തിനോ പങ്കിട്ടുറങ്ങുന്നതിനുള്ള ഇടങ്ങൾക്കോ ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്ന ഇടം 5.0 ചതുരശ്ര മീറ്ററാണ്. തൊഴിലിടങ്ങളിൽ ഒരു വ്യക്തിക്ക് അനുവദിക്കുന്ന ഇടം 3.7 ചതുരശ്ര മീറ്ററാണെന്ന് ദുബായ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നു. ഉടമയുടെ സമ്മതമില്ലാതെ വാടകയ്ക്കെടുത്ത കെട്ടിടം പങ്കിടുന്നത് വാടക നിയമത്തിന്റെ ലംഘനമാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴയ്ക്ക് പുറമെ വാടക കരാറുകൾ അവസാനിപ്പിക്കാൻ ഭൂവുടമകൾക്ക് അവകാശമുണ്ടെന്നും പറയുന്നുണ്ട്. റീറ്റെയിൽ മാളുകൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, സ്റ്റോറേജ് സൗകര്യങ്ങൾ, ഫാക്ടറികൾ തുടങ്ങിയ മറ്റ് റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾക്ക് പരമാവധി ശേഷി നിഷ്കർഷിക്കുന്ന സമാന നിയമങ്ങളും ദുബായിലുണ്ട്. ലാബോറട്ടറികളിലും മറ്റ് തൊഴിലിടങ്ങളിലും ഒരു വ്യക്തിക്ക് 4.6 ചതുരശ്ര മീറ്ററിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. നല്ലൊരു വിഭാഗം പ്രവാസികളും ലേബർ ക്യാമ്പുകളിലും വില്ലകളിലും എല്ലാമാണ് ഞെങ്ങി ഞെരുങ്ങി കൂടി കഴിയുന്നത്. കുടുംബം പോറ്റാൻ കടൽ കടന്നു വരുന്നവരുടെ വയറ്റത്തടിക്കുന്ന മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരെ ബാഗേജ് അലവൻസ് 20 കിലോഗ്രാമായി വെട്ടിക്കുറച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇതും കനത്ത തിരിച്ചടിയാണ് നൽകിയത്. സൗജന്യമായി കൊണ്ടുപോകാവുന്ന ബാഗേജ് 20 കിലോയാണ് കുറച്ചത്. നേരത്തെ ഇത് 30 കിലോ ആയിരുന്നു. അധിക ഭാരത്തിന് പണം നൽകേണ്ടി വരും. പുതിയ നിയമങ്ങളെല്ലാം പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.